ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, നെഞ്ചു തുറങ്ങിക്കൊണ്ടാ മോളെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചോണ്ട് പോകുന്നത്. വേറെ മാർഗമില്ലാത്തോണ്ടാ. സാരല്ലേ ചേച്ചി, ഞാൻ പ്രാർത്ഥിക്കാം മോളെ. ഹരി ഒരുപാട് ഓടിയിട്ട് ഇതൊക്കെ ഒപ്പിച്ചെന്ന് നമുക്കറിയാം. പ്രശ്നങ്ങളൊക്കെ തീരുമോനെ. ഇത്ര നല്ല മനസ്സുള്ള നിന്നെ ദൈവം പരീക്ഷിക്കൊന്നുമില്ല. തുറക്ക്. ഓണത്തിന് മുൻപ് കൂടെ പണിയെടുക്കുന്നവർക്ക് പണം കൊടുക്കണ്ടേ? ഇത് വിറ്റോളൂ. എന്റെയും നിത്യയുടെയും ആഭരണങ്ങളാ. രഘുവേട്ടൻ എപ്പോഴും പറയും, സ്വർണം ഒരു ഇൻവെസ്റ്റ്മെന്റാ, ആവശ്യ നേരത്ത് എടുത്ത് ഉപയോഗിക്കാനുള്ളതാണെന്ന്. അല്ല സുജാതെ, ഇതെല്ലാം കൂടെ എടുത്തിട്ട് കമ്പനിയുടെ വീഴ്ച എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമല്ലേ? അതിന്ന് കരകയറേണ്ടതും നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ? ഇതെന്താ ഹരിയൊന്നും പറയാത്തത്? എന്താ പറയാനുള്ളത്? തോൽവി അതിന്റെ പൂർണ്ണ രൂപത്തിൽ എന്റെ മുന്നിൽ നിൽക്കുകയല്ലേ. ആന്റി, ഇത് വേണ്ട ആന്റി. മോനെ, നീ എന്നെ അമ്മയായിട്ടല്ലേ കാണുന്നത്? എന്നെ തോൽപ്പിച്ചു പോയൊരു മകനുണ്ട്. ഞാൻ കാണിച്ച നല്ല വഴികളൊന്നും സ്വീകരിക്കാത്തൊരു മകൻ. പക്ഷെ നീ മറിച്ച ഒരുപാട് പേർക്ക് നന്മയുടെ വഴി കാട്ടിക്കൊടുത്തവൻ. നീ തോറ്റുകൂടാ മോനെ. അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. ആന്റി, നമ്മുടെയൊക്കെ പ്രതീക്ഷ നിന്നില്ല മോനെ. എന്റെ കാര്യമായാലും രാമകൃഷ്ണേട്ടന്റെ കാര്യമായാലും നിത്യയുടെ കാര്യമായാലും നിന്റെ കാലം ഇടറും വരെയേ ഉള്ളൂ. ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരില്ല എന്ന് എനിക്കറിയാം. പക്ഷേ തൽക്കാലം ഓണം നടക്കുമല്ലോ അവരുടെ. മോനേടാ, തൽക്കാലം വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഹരി, ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നിന്നാ നമുക്കെല്ലാവർക്കും വിഷമാവും. എനിക്കിത് മതി. ഇതിൽ കൂടിയൊരാഗ്രഹമില്ല. ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. എന്താ? പണം കൊണ്ടുപോയി കൊടുത്താ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഓണം ആഘോഷിക്കും. നമുക്കും ആഘോഷിക്കാം. ആഘോഷങ്ങൾ വരുമ്പോ എല്ലാം മറക്കുമെന്ന് പറയാറില്ലേ? അതുപോലെ. പറയടാ, ആഘോഷിക്കാന്ന് പറ. അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? കച്ചവടവും കടമൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് ഈ ഓണം ആഘോഷിക്കാം. ഹരി സാർ,
எனக்கு ஃபர்ஸ்ட் பிரைஸ் கேரளத்தில் வந்தபோது எனக்கு பிடிச்சது ஓணம் தான். என்ன மோடி சார், யாரை பார்த்தாலும் அவரோட முகத்தெல்லாம் சந்தோஷம், எங்க பார்த்தாலும் ஆഘോഷം. நமக்கு பார்க்கலாம் சார். എല്ലാരും കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരികയല്ലേ. ആ മോനല്ലേ നമ്മുടെയൊക്കെ ധൈര്യം. ஆமா, നീയല്ലേ എല്ലാവരുടെയും പ്രതീക്ഷ. നോക്കിക്കോ, ഈ ഓണം നമുക്ക് പ്രതീക്ഷകളുടെ ഓണമായിരിക്കും. ஆமா சார். ഓണം കഴിയുമ്പോ രഘുവേട്ടൻ എത്തും. ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഹരി. നമുക്ക് ഓണം ആഘോഷിക്കാം. ஆமா, ഒന്നിച്ച് ചേർന്ന ആദ്യത്തെ ഓണമല്ലേ അല്ലേ? വിദ്യ കൊടുക്ക. ഇനി കുറച്ചു പേരും കൂടി വരാനുണ്ടല്ലോ. അവർക്ക് ഭാർഗവൻ സാറിനെ കൊടുത്താൽ മതി. എല്ലാവർക്കും സന്തോഷായില്ലേ? ഇനി വീട്ടിൽ പോയി ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. മോളെ, നെഞ്ചു തുറങ്ങിക്കൊണ്ടാ മോളെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചോണ്ട് പോകുന്നത്. വേറെ മാർഗമില്ലാത്തോണ്ടാ. സാരമില്ല ചേച്ചി. ഞാൻ പ്രാർത്ഥിക്കാം മോളെ. ഹരി ഒരുപാട് ഓടിയിട്ട് ഇതൊക്കെ ഒപ്പിച്ചതിന് നമുക്കറിയാം. പ്രശ്നങ്ങളൊക്കെ തീരുമോനെ. ഇത്ര നല്ല മനസ്സുള്ള നിന്നെ ദൈവം പരീക്ഷിക്കൊന്നുമില്ല. നല്ലതേ വരൂ. പാവങ്ങള് ഇത് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ വല്ലാത്ത വിഷമായി പോയനെ. ഇപ്പൊ അവരുടെ സന്തോഷം തന്നെയാ നമ്മുടെ ഓണം. ഭാർഗവൻ സാറേ, ഓണത്തിന് ഉച്ചയൂണ് കഴിക്കാൻ അങ്ങോട്ട് ഇറങ്ങോ? നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് ഇരിക്കാം. വേണ്ട മോളെ, എന്നെ വിട്ട് എല്ലാരും പോയ ശേഷം ഈ വീട് വിട്ട് ഒരു ചടങ്ങിന് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ് നിൽക്കേ. ഹരി, തനിക്കൊരു മുണ്ടും മോൾക്കൊരു സാരിയും എടുത്തു. എന്റെ വക ഒരു ഓണസമ്മാനം.